ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ മോളെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു വ്ളോഗാണ് ഇന്ന് കാണിക്കാൻ പോണത്. മോളെ ബർത്ത്ഡേ 22-ാം തീയതി ആയിരുന്നു കേട്ടോ. ജൂൺ 22-നാണ് മോളെ ബർത്ത്ഡേ. അപ്പോൾ ഒരു വൈകുന്നേരത്തെ വ്ളോഗാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. ഞങ്ങൾ ഓട്ടോയിലാണ് കേട്ടോ പോണത്. അവിടുന്ന് പിന്നെ നേരെ കടയിലെത്തി. വളാഞ്ചേരി നട്ടോ ഡ്രസ്സൊക്കെ വാങ്ങിയത്. പോയി അവൾക്ക് സർപ്രൈസ് ആയിട്ടാണ് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെ അവളില്ലാതെ പോയതുകൊണ്ട് ലെങ്ത്ത് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അതൊക്കെ ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനും ഉമ്മയും ഓളും കൂടെ പോയതായിരുന്നു കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവിടുന്ന് നേരെ ഇറങ്ങി. എന്നിട്ട് പിന്നെ ഒരു ബേക്കറി കയറിയിട്ട് ഞങ്ങൾ ജ്യൂസും സ്നാക്സൊക്കെ കുടിച്ചിട്ട് അവിടുന്ന് നേരെ ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടോ. ഇത് രാവിലെ സ്കൂളിൽ പോകുന്ന ടൈമിലാണ് കേട്ടോ അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തത് ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. സ്കൂളിൽ പോണ വരെ അവളിങ്ങനെ സ്കൂൾക്ക് മാത്രം ഒരു മുട്ടായിയെങ്കിലും വാങ്ങിത്തായോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ പിന്നാലെ നടന്നിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് അങ്ങനെ അത് വാങ്ങിത്തരാമെന്ന് വേണ്ട അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ഒഴിവാക്കി വിടുമായിരുന്നു. അവൾക്ക് ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് സാധനം കൈ കൊടുത്തപ്പോൾ അവൾക്ക് ഫസ്റ്റിൽ വലിയ എക്സ്പ്രഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദേഷ്യമുള്ള പോലെയായിരുന്നു. ആദ്യത്തെ പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള ആ ഒരു ദേഷ്യമാണ് തോന്നുന്നു മുഖത്ത്. പിന്നെ അങ്ങനെയൊക്കെ പിന്നെ സാധനമൊക്കെ അതിൽ നിന്ന് ഇങ്ങനെ എടുക്കലെടുത്തിയപ്പോൾ അവൾക്ക് ഉഷാറായി കേട്ടോ. ഇതൊക്കെയായിരുന്നു കേട്ടോ അന്ന് അവൾക്ക് കൊടുത്തിരുന്നത്. ഡ്രസ്സും മുട്ടായും ഇതൊക്കെ ആയിട്ട് അതൊക്കെ ഞാൻ തന്നെയാണ് ഒക്കെ ചെയ്തത്. ഈ ഒരു പെൻസിലുണ്ടല്ലോ ഓളെ പ്രായമുള്ള അതേപോലെ ഒരു കുട്ടീൻ്റെ കാക്കാൻ്റെ കുട്ടി. അപ്പോൾ അവനക്കും കൂടെ ഉള്ളതാണ് ആ ഒരു ബ്ലൂവും ഒരു പിങ്കും ബ്ലൂവും ആയിട്ട് അങ്ങനെ എടുത്തതായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ തല്ലയിക്കാരം പിന്നെ അങ്ങനെ കാണുമ്പോൾ രണ്ടാക്കും വേണ്ടി വരുമല്ലോ. അങ്ങനെ പിന്നെ വൈകുന്നേരം ആയപ്പോൾ അവളപ്പോൾ വിളിച്ചിരുന്നു കേട്ടോ. അവളിപ്പോൾ അങ്ങനെ വിളിക്കുകയാണ് അവൾക്ക്. അപ്പോൾ പിന്നെ കേക്കൊക്കെ ഉണ്ടായിരുന്നു. അതും അറിഞ്ഞിരുന്നില്ല. കേക്ക് ഉണ്ടാക്കിയതും അവൾ അറിഞ്ഞിരുന്നില്ല. അതൊരു സർപ്രൈസ് തന്നെയായിരുന്നു. മൊത്തത്തിൽ അന്നവർക്കൊരു സർപ്രൈസിൻ്റെ ദിവസമായിരുന്നു. പിന്നെ കേക്കൊക്കെ മുറിച്ച് ഉമ്മാക്കും ഉപ്പാക്കൊക്കെ കേക്ക് കൊടുത്ത് അങ്ങനെ ഇതായിരുന്നു കേട്ടോ കേക്ക് ഉണ്ടാക്കിയിരുന്നത്. ഈ ഒരു കേക്കായിരുന്നു. കേക്ക് ഞാൻ അവളെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രീസറിലായിരുന്നു കേട്ടോ വെച്ചിരുന്നത്. മുറിക്കണേന് കുറച്ച് മിനിറ്റ് മുന്നേ എടുത്ത് വെച്ചത്. അപ്പോൾ അത് ഉള്ളിൽ കുറച്ചൊരു ഹാർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്ക് അവളും മീൻകൂടെയാണ് കേട്ടോ മുറിച്ചത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.